പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ എന്നേരവും ആരാധന, എന്നേരവും സ്തുതി, എന്നേരവും പുകഴ്ച. ഞങ്ങളെ എന്നും സ്നേഹിക്കുന്ന, സ്നേഹം മാത്രം ഉള്ളിലുള്ള ഞങ്ങളുടെ പൊന്നുതമ്പുരാനെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഒപ്പമായിരിക്കുവാൻ അപ്പമായി തീർന്നവനെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഓഗസ്റ്റ് 1-ാം തീയതി. ഇനിയുള്ള 15 ദിവസങ്ങൾ അങ്ങയുടെ അമ്മയായ പരിശുദ്ധ അമ്മയെപ്പറ്റി കൂടുതലായി ചിന്തിക്കുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സ്നേഹനിധിയായ ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനം. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ ചിന്തിക്കുക ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. ദൈവം തെരഞ്ഞെടുത്ത സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഒരു സംഭവമാണ് തെരഞ്ഞെടുപ്പ്. ലോകത്തിൽ അനേകം ആളുകൾ ഉണ്ടായിരുന്നിട്ടും മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായുള്ള ആ മഹാപദ്ധതിയിൽ ദൈവം ഒരു യുവതിയെ തിരഞ്ഞെടുത്തു. അവൾ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നില്ല. അവളുടെ മാതാപിതാക്കളും വലിയ കുടുംബത്തിലെ ആളുകളായിരുന്നില്ല. പക്ഷേ നസ്രത്ത് എന്ന ചെറിയ ഗ്രാമത്തിൽ വളരെ ലളിതമായി ജീവിച്ചിരുന്ന ഒരു യുവതിയായ മറിയം, ദൈവം അവളുടെ ഹൃദയം കണ്ടു, അവളുടെ വിനയം കണ്ടു, വിശ്വാസം കണ്ടു, ദൈവഹിതത്തോടുള്ള സമർപ്പണം കണ്ടു. അങ്ങനെയാണ് ദൈവം മറിയത്തെ തൻ്റെ മഹത്തായ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത്. ലോകം പലപ്പോഴും ഒരാളെ തിരഞ്ഞെടുക്കുന്നത് പുറംകാഴ്ച നോക്കിയാണ്. കഴിവ്, സമ്പത്ത്, പ്രശസ്തി, പദവി, ശക്തി എന്നിവയ്ക്കാണ് ലോകം പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ദൈവം മനുഷ്യൻ്റെ ഹൃദയമാണ് നോക്കുന്നത്. മറിയത്തിന് വലിയ പദവികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ ഹൃദയം ദൈവത്തിനായി തുറന്നിരുന്നു. അവൾ പ്രാർത്ഥനയുള്ളവളായിരുന്നു. ദൈവവചനത്തെ സ്നേഹിച്ചവളായിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ തയ്യാറായവളായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുമൊക്കെ ചിന്തകൾ വന്നേക്കാം. എനിക്ക് പ്രത്യേക കഴിവൊന്നുമില്ല, ഞാൻ വലിയ ആളൊന്നുമല്ല, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാനാ? പക്ഷേ അതിന് മറുപടി ദൈവം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നീ എനിക്ക് വിലപ്പെട്ടവനാണ്, നീ എനിക്ക് വിലപ്പെട്ടവളാണ്, നിനക്കായി എനിക്ക് ഒരു പ്രത്യേക പദ്ധതിയുണ്ട് എന്ന്. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ മഹത്വം കൊണ്ടല്ല, മറിച്ച് തൻ്റെ കൃപയാൽ നമ്മളിലൂടെ മഹത്തായ കാര്യങ്ങൾ ചെയ്യാനാണ്. മറിയം ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തിയവളായിരുന്നു.
ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ അമ്മയാകുവാൻ അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതൊരു സാധാരണ ദൗത്യമല്ലായിരുന്നു. ലോകത്തിൻ്റെ രക്ഷകനായ യേശുവിനെ ഗർഭത്തിൽ ധരിക്കാനും വളർത്താനും അവനെ ലോകത്തിന് നൽകുവാനും മറിയം തിരഞ്ഞെടുക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വിളിയായിരിക്കാം. നമ്മളെയൊക്കെ ദൈവം പല രീതിയിൽ പല ആവശ്യങ്ങൾക്കായി വിളിച്ചേക്കാം. കുടുംബജീവിതത്തിലേക്കായിരിക്കാം, പൗരോഹിത്യത്തിലേക്കായിരിക്കാം, സന്യാസ ജീവിതത്തിലേക്കായിരിക്കാം, സാമൂഹ്യ സേവനത്തിലേക്കായിരിക്കാം. ചിലപ്പോൾ സ്വന്തം കുടുംബത്തിലെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രകാശമേകുവാനുള്ള വിളിയായിരിക്കാം. ഓരോരുത്തർക്കും ദൈവം നൽകിയ ദൗത്യം എപ്പോഴും വ്യത്യസ്തമാണ്. എന്നാൽ എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ഒന്നാണ്: നിൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ സ്നേഹം ലോകത്തിലേക്ക് എത്തിക്കണമെന്ന് മാത്രം. ഇന്ന് ഈ ആരാധനയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മെ തിരഞ്ഞെടുത്ത് വിളിച്ച ദൈവത്തിന് ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം. ഇനിയും അങ്ങയുടെ വിളിക്കനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം എപ്പോഴും ദൈവം തിരഞ്ഞെടുത്ത വഴിയിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇന്ന് ഈ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയുവാനും ദൈവഹിതം സന്തോഷത്തോടെ സ്വീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിലേക്ക് പകരാനും നമുക്ക് കൃപ ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, ദൈവഹിതത്തോട് വിശ്വസ്തരായി അതെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മുടെ ശിരസ്സുകൾ കുനിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ എന്നേരവും ആരാധന, എന്നേരവും സ്തുതി, എന്നേരവും പുകഴ്ച.